വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന് ഒരു ശിക്ഷയും രക്ഷയും കൽപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഒഴിയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള തീരുമാന സ്വാതന്ത്ര്യം ദൈവം നമുക്ക് കൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ശിക്ഷാവിധിയുണ്ട്. ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. അത് ഏത് വർഗത്തിലും ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും തിരുവചനം പറയുന്നത് ആത്മരക്ഷ, മനുഷ്യൻ്റെ മരണാനന്തര ജീവിതത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷയുണ്ട്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന്. നാം രക്ഷപ്പെടണോ വേണ്ടയോ, നിത്യശിക്ഷാവിധിയിൽ നിന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഈ ജീവിതയാത്രയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് പറയുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ യേശുവിൻ്റെ മേൽ ആയെന്നുള്ളതാണ്. യേശു ദൈവമാണ് കേട്ടോ. യേശു കേവലം ഒരു മനുഷ്യനല്ല. ദൈവം മനുഷ്യാവതാരം എടുത്തു വന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി കാൽവരിയിൽ നമ്മൾക്ക് പകരമായി ക്രൂശിൽ ഏറിയവനാണ്. ആ യേശുവിനെ നാം ഹൃദയത്തിൽ അംഗീകരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന നിത്യ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്പെടുവാൻ അവസരങ്ങൾ ദൈവം നമുക്ക് സൗജന്യമായി ഒരുക്കി തരികയാണ്. പ്രിയരെ, ഈ ഭൂമിയിൽ പല അന്യായങ്ങളും അതിക്രമങ്ങൾ ചെയ്തിട്ടും വിദഗ്ധമായിട്ട് പല സ്വാധീന ശക്തികൾ കൊണ്ട് അവർ രക്ഷപ്പെട്ട് കാണും. പക്ഷെ ഒരു വ്യക്തി പോലും ജീവനുള്ള ഏക സത്യ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. കാരണം ദൈവം നീതിയുള്ള ദൈവമാണ്. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷമില്ല. മനുഷ്യൻ ഇവിടം കൊണ്ട് മരിച്ചു തീരുന്നതൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ മതിയായിരുന്നു. പക്ഷേ അല്ല, ആത്മാവിന് മരണമില്ല. ദൈവം ആത്മാവാകുന്നത് കൊണ്ട് ഈ നഗ്നസത്യത്തെ ഈ ജീവിതയാത്രയിൽ മറക്കരുതെന്ന് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. തിരുവചനം പിന്നെയും പറയുന്നു, നീതിമാന്മാരുടെയും നീതികെട്ടവരുടെയും ഉയർപ്പ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് പറയുന്നു. ഒരു ഉയർപ്പുണ്ട് പ്രിയരെ. ആ ഉയർപ്പിൽ രക്ഷപ്പെടണോ ശിക്ഷിക്കപ്പെടണോ എന്നൊക്കെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. വചനം വ്യക്തമായിട്ട് പറയുന്നു, ഒരിക്കൽ മനുഷ്യൻ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർക്കായി ദൈവം നിയമിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഭൂമിയിൽ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുവാൻ ഡിസ്ട്രിക്ട് കോർട്ടും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടൊക്കെ ഉള്ളതുപോലെ ദൈവത്തിന് ഒരു നീതി ന്യായ കോടതിയുണ്ട്. അവിടെ ജാതിയില്ല, മതമില്ല. അവിടെ എല്ലാവരും തുല്യരാണ്. ആ ദൈവത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ടി വരും. ആ ദൈവമാണ് നമുക്ക് വേണ്ടി കാൽവരിയിൽ, ഏതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വേണ്ടിയല്ല യേശു കാൽവരിയിൽ യാഗമായി തീർന്നത്. മനുഷ്യരായ പാപികളായ വ്യക്തികൾക്ക് വേണ്ടിയാണ് ദൈവം കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്. ആ യേശുവിനെ വിളിക്കൂ, ആത്മരക്ഷ പ്രാപിക്കൂ, ശിക്ഷാവിധിയിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ ഇതാണ് ബെസ്റ്റ് ടൈം. ഈ സമയത്തെ ഉപയോഗിക്കൂ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.